ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്കെല്ലാവർക്കും അറിയാം L&T എന്ന് പറയുന്ന കമ്പനി. L&T എന്ന് പറയുന്ന കമ്പനി വലിയ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന, വലിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്വിച്ച് ഗിയേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അതിൽ അവർക്കും സാധാരണഗതിയിലുള്ള സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഈ സ്വിച്ചുകൾ എന്ന് പറയുന്നത് ക്വാളിറ്റിയുടെ ബേസിലാണ് അവർ നോക്കുന്നത്. ഈ ക്വാളിറ്റി ബേസ് നമുക്കറിയാം. ഇതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന സ്വിച്ചുകളെന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്വിച്ചുകളാണ് സാധാരണഗതിയിൽ അത് വീടുകളിൽ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും ഇങ്ങനൊരു സ്വിച്ച് ഉണ്ട് L&T എന്ന് പറയുന്ന കമ്പനിയുടെ. അപ്പോൾ ഈ സ്വിച്ച് ഗിയേഴ്സ് വേണമെങ്കിൽ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാം. അത് ഹൈ ക്വാളിറ്റിയിലാണ്, എങ്കിൽ അത്ര വലിയ വില ഉള്ളതല്ലാതെ തന്നെയാണ് അവർ ഇതൊക്കെ ഇറക്കുന്നത്. നമ്മളുടെ ടെസ്റ്റിംഗ് ഏജൻസി ടെസ്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 3.5 to 4 ആണ് L&Tക്ക് കൊടുത്തിരിക്കുന്നത്. ആങ്കർ എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം. നമ്മൾ കേട്ടിട്ടുള്ള കാലം മുതലുള്ളൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതായിരിക്കും ആങ്കർ എന്ന് പറയുന്ന കമ്പനി. ആങ്കർ എന്ന് പറയുന്നത് പാനാസോണിക് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കമ്പനികളുടെ കൂട്ടത്തിലുള്ളതാണ്. കാര്യം ആങ്കർ പാനാസോണിക് എന്നാണ് ഇപ്പോൾ നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ആങ്കറിൻ്റെ സ്വിച്ചുകൾ നമുക്കറിയാം, ഇഷ്ടംപോലെ മോഡലുണ്ട്. ഏകദേശം 10ഓളം ആങ്കർ മോഡ്യൂളുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിപ്പോൾ അധികമായിട്ട് അങ്ങനെ നമ്മളുടെ കടകളിലൊന്നും കാണുന്നില്ല. എന്നാലും തന്നെ ആങ്കറിൻ്റെ സ്വിച്ചുകൾ നമുക്കറിയാം. ആങ്കറിൻ്റെ സ്വിച്ച് പണ്ട് തൊട്ടേ വളരെ ഫേമസ് ആയിട്ടുള്ള സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം. അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല റേഞ്ചിലുള്ള, നല്ല ഡിസൈനിലുള്ള കുറേയധികം സ്വിച്ചുകളുണ്ട്. ഡിസൈനിനേക്കാൾ കൂടുതൽ ഒരു ക്വാളിറ്റിയിലാണ് കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആങ്കർ പാനാസോണിക് എന്ന് പറയുന്ന കമ്പനി ഏറ്റവും നല്ലൊരു സ്വിച്ചുകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സ്വിച്ചുകളാണ്. ഈ ആങ്കർ പാനാസോണിക്കിൻ്റെ സ്വിച്ചിൻ്റെ ക്വാളിറ്റി റേഞ്ച് വരുന്നത് 4 to 5 ആണ്. 4 മുതൽ 5 വരെയാണ്. എന്ന് പറഞ്ഞാൽ 5-ൽ 5 പോയിൻറ്റും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്വിച്ചുകളാണ് ആങ്കർ പാനാസോണിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ ടെസ്റ്റിംഗ് ഏജൻസി നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു കമ്പനിയുടെ പേരാണ്. പക്ഷേ കമ്പനിയുടെ പേര് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. പക്ഷേ ഇവരൊരു ടാറ്റ എന്ന് പറയുന്നൊരു കമ്പനി സ്വിച്ച് ഗിയേഴ്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകും. എന്നാലും ടാറ്റയ്ക്ക് സ്വിച്ച് ഉണ്ട്. EZ+ എന്ന് പറയുന്നൊരു മോഡലിൽ ടാറ്റ സ്വിച്ച് ഇറക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നോർമലായിട്ട് അവൈലബിൾ അല്ല. പക്ഷേ ഓൺലൈനിലൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇവരുടെ റിമോട്ട് കൺട്രോൾ സ്വിച്ചുകളുണ്ട്, ടൈമർ സ്വിച്ചുകളുണ്ട്, അങ്ങനെ എല്ലാത്തരം സ്വിച്ചുകൾ, 1 വേ സ്വിച്ച്, 2 വേ സ്വിച്ച്, പ്ലഗ് എല്ലാം തന്നെ അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടാറ്റ എന്ന് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. 4 to 4.5 ആണ് അവർക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് നമ്മുടെ ടെസ്റ്റിംഗ് ഏജൻസി കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്വിച്ച് നമുക്ക് വാങ്ങി, കുറച്ചധികം വിലയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. കാര്യം ടാറ്റയുടെ ഒരു ക്വാളിറ്റിയും അതിൻ്റേതായ ഒരു സ്വിച്ച് ഗിയേഴ്സിൻ്റെ ഒരു ഫെസിലിറ്റിയും അതിന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് സ്വല്പം വില കൂടുതലാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനറലായിട്ട് വീടുകളിൽ വെക്കാൻ നേരത്തെ അതങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഒന്നാമത്തെ വോളിയത്തിൽ പറഞ്ഞതുപോലെയുള്ള ബാക്കി 3 സ്വിച്ചുകളെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ വോളിയത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ കണ്ടീഷനിൽ വരുന്ന സ്വിച്ചുകൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 3 സ്വിച്ചുകളുമായി ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.